ഗണേഷ് കുമാറിന്റെ നാവിൽ നിന്ന് തന്നെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ആസന്നമാകുന്ന കാലത്തിൽ ഇത്ര ഒരു പ്രസംഗം വന്നത് അതൊരു ദൈവനിശ്ചയമായിട്ട് ഞാൻ വിചാരിക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ പേര് എപ്പോഴെല്ലാം പറഞ്ഞിട്ടുണ്ടോ അപ്പോഴെല്ലാം CPM-ന് അടി പറ്റിയിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഒരു നീതിമാനായ മനുഷ്യന്റെ ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ ക്രൂശിക്കപ്പെട്ടതിന്റെ പ്രതിഫലനമാണ് ഇന്ന് അനുഭവിക്കുന്നത്. ഷിബു ബേബി ജോൺ കഴിഞ്ഞ ദിവസം നടത്തിയൊരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിനും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും മാത്രം അറിയാവുന്ന ചില രഹസ്യങ്ങളുണ്ട്, അത് അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന് പറഞ്ഞു. ഗണേഷ് കുമാർ ഇന്ന് പറഞ്ഞതുപോലെ ഒരു നിലപാട് അന്ന് ഉമ്മൻചാണ്ടി എടുത്തിരുന്നെങ്കിൽ ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ വ്യക്തിത്വം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമായിരുന്നു. കാരുണ്യ ലോട്ടറി മാത്രം അച്ചടിച്ച് വിറ്റ് പുട്ടടിക്കുന്ന പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ ഇരിക്കുന്ന ഗണേഷ് കുമാർ ചോദിക്കുക ഉമ്മൻചാണ്ടി എന്ത് വികസനം പുതുപ്പള്ളിയിൽ നടന്ന പുതുപ്പള്ളിക്കാർ പറയും ഗണേഷ് കുമാർ MLA പെൻഷൻ മേടിച്ച് വീട്ടിലിരിക്കും. ഉമ്മൻചാണ്ടിയുടെ ഭാര്യ ഒന്ന് കരഞ്ഞാൽ തീരാവുന്ന മേനിയൊക്കെ ഗണേഷ് കുമാറിനുള്ളൂ. ഉമ്മൻചാണ്ടിയും പിണറായി വിജയനും തമ്മിലുള്ള താരതമ്യമായിരിക്കും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയ കേരളത്തിന്റെ ചർച്ചാ വിഷയം. ചേട്ടാ, കഴിഞ്ഞ ദിവസമായിരുന്നു പത്തനാപുരത്ത് നിന്ന് വലിയൊരു വാർത്തകൾ വന്നത്. അത് ഗണേഷ് കുമാറിനെ സംബന്ധിച്ചുള്ള വാർത്തകളായിരുന്നു. ചാണ്ടി ഉമ്മൻ ചില പ്രസ്താവന നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. അത് ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയെ നശിപ്പിക്കാൻ കാരണക്കാരനായത് ഗണേഷ് കുമാർ ആണ് എന്നൊരു പ്രസ്താവന. പിന്നീട് അത് വലിയ ചൂട് പിടിച്ചുകൊണ്ട് ഗണേഷ് കുമാറിന്റെ PR വർക്കുകളൊക്കെ ആണെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിൽ ഉമ്മൻചാണ്ടി കാരണമാണ് ഗണേഷ് കുമാർ നശിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് വലിയ വാർത്തകൾ കണ്ടു. ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണ്? അല്ല, ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ LDF സർക്കാരിൻ്റെ മന്ത്രിമാരുടെ ഒരു പൊതു നയമാണ് സാധാരണ മനുഷ്യരുടെ ഓർമ്മയെ വെല്ലുവിളിക്കുക എന്നുള്ളത്. ഇത് പഴയ കാലമല്ലേ, പത്രങ്ങളുടെ മാത്രം കാലമല്ല, വിഷ്വൽ മീഡിയയുടെ കൂടി കാലമാണ്. ആളുകളുടെ മുമ്പിൽ ഓഡിയോ വിഷ്വൽ തെളിവുകളൊക്കെ നിൽക്കുകയാണ്. ഉമ്മൻചാണ്ടിയുടെ മരണത്തിലേക്ക് വരെ, മരണം വേഗത്തിലാകാൻ വരെ കാരണമായിട്ടുള്ള ആക്ഷേപമാണ് സോളാർ കേസിൻ്റെ കാലത്തുണ്ടായത്. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പാകുകയാണ്. ഞാൻ വിചാരിക്കുകയാണ്, എൻ്റെ വിശ്വാസമാണ്, ഞാനൊരു ദൈവവിശ്വാസി കൂടിയാണ്, ഗണേഷ് കുമാറിൻ്റെ നാവിൽ നിന്ന് തന്നെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ആസന്നമാകുന്ന കാലത്തിൽ ഇത്ര ഒരു പ്രസംഗം വന്നത് അതൊരു ദൈവനിശ്ചയമായിട്ട് ഞാൻ വിചാരിക്കുന്നത്. കാരണം 10 വർഷം മുമ്പ് ഉമ്മൻചാണ്ടി എത്രമാത്രം ആക്ഷേപിക്കപ്പെട്ട് എല്ലാവരാലും അധിക്ഷേപിക്കപ്പെട്ട് ഈ സമീപകാല കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയധികം ജനകീയ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു മുഖ്യമന്ത്രി ആക്ഷേപിക്കപ്പെട്ട് സങ്കടത്തോടെ പുറത്തേക്ക് പോകേണ്ട കാരണഭൂതൻ ഈ ഗണേഷ് കുമാറാണ്. ഗണേഷ് കുമാറിൻ്റെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഉമ്മൻചാണ്ടിയുടെ മനസാക്ഷിയുടെ പേരിലാണ് ഉമ്മൻചാണ്ടി ആക്ഷേപിക്കപ്പെട്ടത്. ഗണേഷ് കുമാർ ഇന്ന് പറഞ്ഞതുപോലെ ഒരു നിലപാട് അന്ന് ഉമ്മൻചാണ്ടി എടുത്തിരുന്നെങ്കിൽ ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ വ്യക്തിത്വം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. ഇപ്പോൾ ഉമ്മൻചാണ്ടി പുനർജനിച്ച് വന്നിട്ടുണ്ട് എന്നൊരു തോന്നൽ കോൺഗ്രസ്സുകാർക്കിടയിലുണ്ടോ? കാരണം മരണപ്പെട്ടു പോയ ഉമ്മൻചാണ്ടിയുടെ ഓരോ വാക്കുകളും അദ്ദേഹം നടത്തിയ ഓരോ പ്രസ്താവനകളും അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനങ്ങളും ഇപ്പോൾ വീണ്ടും ചർച്ചയാകുകയാണ്. ഉമ്മൻചാണ്ടിയുടെ പേര് എപ്പോഴെല്ലാം പറഞ്ഞിട്ടുണ്ടോ അപ്പോഴെല്ലാം CPM-ന് അടി പറ്റിയിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ ഒരു തരത്തിൽ ഇനിയും CPM ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറായിരിക്കുമോ, അതോ ഇത് ഉമ്മൻചാണ്ടി തന്നെ പറയിപ്പിച്ചതായിരിക്കുമോ? ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു ദൈവവിശ്വാസിയാണ്. ദൈവവിശ്വാസികളല്ലാത്ത മനുഷ്യരും രാഷ്ട്രീയത്തിലൊക്കെ ഉണ്ട്, പൊതുസമൂഹത്തിലുണ്ട്. പക്ഷെ ഞാൻ അതിനെ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. ഒരു നീതിമാനായ മനുഷ്യന്റെ ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ ക്രൂശിക്കപ്പെട്ടതിന്റെ പ്രതിഫലനമാണ് ഇന്ന് അനുഭവിക്കുന്നത്. ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയോടൊപ്പം സരിത S. നായരുടെ ചിത്രങ്ങൾ ഉണ്ടായപ്പോൾ ചിത്രങ്ങൾ കാര്യം പറയുന്നു എന്ന് പറഞ്ഞ് ഇവർ ആക്ഷേപിച്ചു. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ സ്വപ്ന സുരേഷിനോടൊപ്പമുള്ള ചിത്രങ്ങൾ വന്നു. അന്ന് ഇവർ പറഞ്ഞു അത് വെറുതെ ചിത്രങ്ങൾ നോക്കണ്ടായിരുന്നു. അതിൽ തീർന്നില്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയും പിണറായി വിജയനും കൂടിയുള്ള ചിത്രങ്ങൾ വന്നു. സരിത S. നായർ പറഞ്ഞതിൻ്റെ പല ഇരട്ടി പിണറായി വിജയനെയും ഭാര്യയെയും മകളെയും കുടുംബത്തെയും കുറിച്ച് സ്വപ്ന സുരേഷ് നിരന്തരം വെല്ലുവിളിച്ചു. ആത്മകഥയിലടക്കം മാധ്യമങ്ങളുടെ മുമ്പിൽ വെല്ലുവിളിച്ചു. ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്തില്ല. ഉമ്മൻചാണ്ടി കേസ് ഫയൽ ചെയ്തു, മാനനഷ്ട കേസ് ഫയൽ ചെയ്തു. ഉമ്മൻചാണ്ടി നീതീകരിക്കപ്പെട്ടു. ഉമ്മൻചാണ്ടി മരണത്തിന് ശേഷമാണ് ഈ ആളുകൾ കല്ലെറിഞ്ഞ് കൊന്നത് ഒരു നീതിമാനായിരുന്നുവെന്ന്. ഉമ്മൻചാണ്ടിയുടെ നെറ്റിയിലും നെഞ്ചിലും കല്ലെറിഞ്ഞിട്ടുണ്ട് CPM. പക്ഷെ ഉമ്മൻചാണ്ടി എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഗണേഷ് കുമാറിനെ സംരക്ഷിക്കുന്നത്? കാരണം ഷിബു ബേബി ജോൺ കഴിഞ്ഞ ദിവസം നടത്തിയൊരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിനും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും മാത്രം അറിയാവുന്ന ചില രഹസ്യങ്ങളുണ്ട്, അത് അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന് പറഞ്ഞു. ആ റൂമിൽ, അതായത് എറണാകുളത്ത് വെച്ച് നടത്തുന്ന രഹസ്യ കൂടിക്കാഴ്ച, അതാണല്ലോ ഉമ്മൻചാണ്ടി ഏറ്റവും കൂടുതൽ കുടുക്കിയത്. അപ്പോൾ അത് അത്രയും വർഷം ഉമ്മൻചാണ്ടി മരിക്കുന്നത് വരെ അത് കൂടെ കൊണ്ട് നടക്കേണ്ട ആവശ്യകത എന്തായിരുന്നു? അല്ല, അത് ഒരു രാഷ്ട്രീയ അന്തസ്സ് കൂടിയാണ്. ഒരു മുഖ്യമന്ത്രിയുടെ മുമ്പിൽ തൻ്റെ മന്ത്രിസഭയിലെ ഒരു അംഗത്തെക്കുറിച്ചിട്ട് കുടുംബപരവും വ്യക്തിപരമായ ഒരു ആക്ഷേപം വരുമ്പോൾ
അത് പൊതുമധ്യത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതല്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബോധ്യത്തിൻ്റെ കൂടി ഭാഗമാണ്. അത് അദ്ദേഹം അദ്ദേഹം കൊടുത്ത വാക്ക് അദ്ദേഹത്തിൻ്റെ മരണം വരെ അദ്ദേഹം പാലിച്ചു. ആ വാക്ക് പാലിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഒരുപാട് നഷ്ടമുണ്ടായി. ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നപ്പോൾ ഒരിക്കലെങ്കിലും നാവ് ഉയർത്താൻ ശേഷിയില്ലാത്ത ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം എന്ത് കവലപ്രസംഗം നടത്തിയാലും ജനങ്ങൾ വിലയിരുത്തും. അല്ല, അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ കുടുംബം നശിപ്പിച്ചത് ഉമ്മൻചാണ്ടിയാണ്, അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനത്ത് നിന്ന് ഇറക്കാൻ വേണ്ടി പ്രയത്നിച്ചത് ഉമ്മൻചാണ്ടിയാണ് എന്നൊക്കെയാണ് പറയുന്നത്. അത് മരിച്ചുപോയ ആർ ബാലകൃഷ്ണപിള്ളയുടെ സ്റ്റേറ്റ്മെന്റ് നമ്മുടെ മുമ്പിലുണ്ട്, മാധ്യമങ്ങളുടെ മുമ്പിൽ. ഗണേഷ് കുമാറിന്റെ മുൻ ഭാര്യ യാമിനി തങ്കച്ചിയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഗണേഷ് കുമാറിന്റെ തന്നെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഗണേഷ് കുമാർ പങ്കുവച്ച ചിത്രങ്ങളുണ്ട്, അവരുടെ കോടതി വ്യവഹാരങ്ങളുടെ രേഖകളുണ്ട്. അതൊക്കെ സംസാരിക്കും. ഞാൻ പറയുന്നത് ഒരാളുടെ വ്യക്തി ജീവിതത്തിലെ, സ്വകാര്യ ജീവിതത്തിലെ ഏടുകളെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടണമെന്ന് എനിക്കില്ല. അപ്പോൾ പോലും ഈ ഗിരിപ്രഭാഷണം നടത്താൻ വരുന്നതിന് മുമ്പ് അവനവൻ്റെ കുടുംബാംഗങ്ങളുടെയും സ്വന്തം അച്ഛൻ്റെയും അഭിപ്രായം ഒന്ന് പരിശോധിച്ചിട്ട് വേണം ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിലേക്ക്. അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അച്ഛൻ പലതവണ കത്തെഴുതിയിട്ടുണ്ട്, പെണ്ണ് പിടിച്ച് നടക്കുന്ന ഒരാളാണ്, രാഷ്ട്രീയത്തിന് ചേർന്ന ഒരാളല്ല എൻ്റെ മകൻ, അതുകൊണ്ട് എൻ്റെ മകനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് പറഞ്ഞ് പലതവണ കത്തെഴുതിയിട്ടുണ്ട്. ആ കത്തിന്റെ അടിസ്ഥാനത്തിലാണോ അദ്ദേഹത്തിനെ പിന്നീട് മാറ്റിയത് മന്ത്രിസ്ഥാനം? അല്ല, അത് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പലതരം ചർച്ചകളുടെ ഭാഗമായിട്ട് മാറ്റിയതാണ്. അത് മുന്നണിയുടെ ഭാഗമായിട്ട്, രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ചർച്ചയുടെ ഭാഗമായിട്ട്, ഘടകകക്ഷിയുമായിട്ടുള്ള ചർച്ചയുടെ ഭാഗമായിട്ട്, അവരുടെ പാർട്ടി തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ്. അവരുടെ മന്ത്രി അവർ പിൻവലിക്കുന്നു, മറ്റൊരാളെ വേണം എന്ന് പറയുന്ന അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ വരുന്നതാണ്. അതിന് അത്രേ കണ്ടാൽ മതി. അതിനപ്പുറത്ത് ഇപ്പൊ ഉമ്മൻചാണ്ടിക്ക് നേരെ വിരൽ ചൂണ്ടാൻ ഗണേഷിന് അർഹതയില്ല. ഞാൻ ഒരു കാര്യം പറയാം, ഉമ്മൻചാണ്ടിയുടെ കയ്യൊപ്പ് കൊണ്ട് ജീവിതത്തിൽ വെളിച്ചം കിട്ടിയ മനുഷ്യർ പോലും ഉമ്മൻചാണ്ടിയെ തള്ളിപ്പറഞ്ഞ നാളുകളായിരുന്നു ഈ സോളാർ വിവാദം. ഉമ്മൻചാണ്ടി മരിക്കേണ്ടി വന്നു, ഉമ്മൻചാണ്ടി നീതിമാനാന്ന് മുഴുവൻ മനുഷ്യരും വിളിച്ചു പറയാം. ഞാൻ ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് വിചാരിക്കുന്നത്, ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറയുമ്പോൾ, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറയുമ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് നീതിപൂർവ്വമാകുക. 10 വർഷത്തിന് ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മരണപ്പെട്ട ഉമ്മൻചാണ്ടിയും ജീവിച്ചിരിക്കുന്ന പിണറായി വിജയനും തമ്മിലുള്ള താരതമ്യം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം മാറ്റിയെഴുതും. ഉമ്മൻചാണ്ടിയുടെ ഭാര്യ, അറിയാമോ ചേച്ചി, ഞാൻ വ്യക്തിപരമായിട്ട് എനിക്ക് പരിചയമൊന്നുമില്ല, ഉമ്മൻചാണ്ടിയുടെ പങ്കാളി, ഉമ്മൻചാണ്ടിയുടെ ജീവിതത്തിൻ്റെ നേർസാക്ഷി, പത്തനാപുരം മണ്ഡലത്തിൽ പോയി ഒന്നും മൈക്ക് വെച്ച് കെട്ടി സംസാരിച്ചാൽ ഗണേഷ് കുമാർ വീട്ടിലിരിക്കും, MLA പെൻഷനും വാങ്ങി. അത് ഞങ്ങളുടെ രാഷ്ട്രീയ ഉറപ്പാണ്, ബോധ്യമാണ്. ആ കുടുംബത്തിനും കോൺഗ്രസ് പാർട്ടിക്കും ഈ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് മനുഷ്യർക്ക് മാത്രമേ നഷ്ടം സംഭവിച്ചുള്ളൂ. ഞാൻ പറയുന്നത്, ആ മനുഷ്യൻ വേട്ടയാടപ്പെട്ടപ്പോൾ ആ മനുഷ്യനോടൊപ്പം നിന്ന ഒരു കോൺഗ്രസ് പാർട്ടി, ആ മനുഷ്യനോടൊപ്പം നിന്ന മുന്നണിയിലെ ഘടകകക്ഷികൾ, ആ മനുഷ്യനോടൊപ്പം നിന്ന കുടുംബം, നിഴൽ പോലെ നിന്ന കുടുംബം, ആ മനുഷ്യൻ്റെ അവസാന കാലം വരെ CPM അത് ഉപയോഗിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടിക്കെതിരെ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് ഈ പറഞ്ഞ സരിത എസ് നായരുടെ പരാതി എഴുതി വാങ്ങി പിണറായി വിജയന്റെ കീഴിലുള്ള 3 അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ചിട്ട് തെളിവില്ല, കഴമ്പില്ല എന്ന് പറഞ്ഞിട്ടും CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്ത മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ, അല്ലേ? ഈ സരിത എസ് നായരുടെ കത്തിന്റെ നീളം കൂട്ടിയത്, പേജിന്റെ എണ്ണം കൂട്ടി കത്തിന്റെ നീളം കൂട്ടിയത് ഗണേഷ് കുമാറാണ്. ഉമ്മൻചാണ്ടി കുറ്റവിമുക്തനാക്കപ്പെടുന്ന, ഞാൻ വിചാരിക്കുന്നു CBI കോടതിയുടെ വിധിയിൽ അതിനെക്കുറിച്ചിട്ടുള്ള ഒബ്സർവേഷൻസ് ഉണ്ട്. ഗണേഷ് കുമാർ എവിടെയായിരുന്നു? ഗണേഷ് കുമാർ അന്ന് മന്ത്രിയല്ല, ഈ പിണറായി സർക്കാരിൽ മന്ത്രിയാകുന്ന അതിന് ശേഷമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. എവിടെയായിരുന്നു ഗണേഷ് കുമാർ? ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നപ്പോൾ ഒരു നാവ് ഉയർത്താൻ ശേഷി ഉണ്ടായിരുന്നു. മരണപ്പെട്ട ഉമ്മൻചാണ്ടിയെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഓർമ്മിപ്പിച്ചതിന് ഗണേഷ് കുമാറിന് ഒരു കയ്യടി അർഹതയുണ്ട്. ഈ TP ചന്ദ്രശേഖരന്റെയും ഉമ്മൻചാണ്ടിയുടെയും പേരുകൾ പറഞ്ഞു കഴിഞ്ഞാൽ CPMന് വീണ്ടും വീണ്ടും പല കാര്യങ്ങൾ ഓർക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. അപ്പോൾ TP ചന്ദ്രശേഖരന്റെയും ഉമ്മൻചാണ്ടിയുടെയും പേരുകൾ CPM ഭയപ്പെടുന്നുണ്ടോ? ഞാൻ വിചാരിക്കുന്ന ഭയപ്പെടുന്നുണ്ടെന്നാ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നടന്നില്ലേ, പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം, കരൺ അദാനിയുടെ പ്രസംഗം. ഞാൻ വിചാരിക്കുന്ന അതിൻ്റെ ആദ്യഘട്ട ഉദ്ഘാടനത്തിൽ അദാനിയെ സർക്കാരിൻ്റെ പാർട്ട്ണർ എന്നാണ് വാസവൻ വിളിച്ചത്. ഈ LDF സർക്കാർ, പിണറായി വിജയൻ സർക്കാർ അങ്ങോട്ട് കയറി ഒട്ടാൻ നോക്കിയാലും ഒരു പരിധിയുണ്ട്, ഒട്ടാനായിട്ട് എത്തില്ല അങ്ങോട്ട്. വിഴിഞ്ഞം തുറമുഖം, ഇവർ 6000 കോടി രൂപയുടെ അഴിമതി ആരോപിച്ച, കടൽ കൊള്ള എന്ന ആരോപണം ഉന്നയിച്ച വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഇന്ന് സാക്ഷാത്കരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ
അത് ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായതുകൊണ്ടാണ്. കൊച്ചി മെട്രോ ഉമ്മൻചാണ്ടി ഉണ്ടായതുകൊണ്ടാണ്. കണ്ണൂർ എയർപോർട്ട് ഇവർ ഈ വലിയ സൗകര്യത്തിൽ യാത്ര ചെയ്യുന്നില്ലേ, ഈ എയർപോർട്ട് ഉമ്മൻചാണ്ടി ഉണ്ടായതുകൊണ്ട് സാക്ഷാത്കരിക്കപ്പെട്ടതാണ്. അപ്പോൾ ഇതിൽ ഓരോ ഘട്ടത്തിലും ഓരോ വട്ടം കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് വിമാനം കയറുന്ന CPM നേതാക്കന്മാർ, മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ വിചാരിക്കണം, തങ്ങൾ കേരളത്തിൽ ഭരിച്ചപ്പോൾ അവർ കേരളം ഭരിച്ച ഈ 10 വർഷക്കാലം ഏത് പ്രോജക്റ്റ് നടപ്പാക്കാൻ പറ്റും? പക്ഷെ ഗണേഷ് കുമാർ അവിടെയും ചോദ്യം ചോദിക്കുന്നുണ്ട്, പുതുപ്പള്ളിയിൽ എന്തെങ്കിലും വികസനങ്ങൾ നിങ്ങൾ നടത്തിയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ എണ്ണി പറയാനാണ് പറയുന്നത്. അത് ഉമ്മൻചാണ്ടിയുടെ മരണശേഷം ചാണ്ടി ഉമ്മൻ മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ ഇവർ ചോദിച്ചതാ. അത് കഴിഞ്ഞു, ആ CD-യുടെ കാലാവധി കഴിഞ്ഞു, ഒരഞ്ഞൊരഞ്ഞ് തീർന്നു. ആളുകൾ മനസ്സിലാക്കി ഉമ്മൻചാണ്ടിക്ക് കിട്ടിയതിൻ്റെ 6 ഇരട്ടി ഭൂരിപക്ഷത്തിൽ ചാണ്ടി ഉമ്മനെ ജയിപ്പിക്കാൻ ജനങ്ങൾക്ക് സാധിച്ചു. ഒരു നാട്ടിലെ വികസനം എന്ന് പറഞ്ഞാൽ വിമാനത്താവളവും മെട്രോ റെയിലും വൻകിട കെട്ടിടങ്ങളും മാത്രമല്ല, അതും വികസനത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ സകല സാധാരണക്കാർക്കും ജീവിതത്തിൽ ഒരു മാറ്റം നൽകുന്ന രീതിയിൽ പ്രവർത്തനം നടത്തുന്നതും വികസനമാണ്. അവർക്ക് പെൻഷൻ കൊടുക്കുക, അവർക്ക് റേഷൻ കൊടുക്കുക, അവർക്ക് കൂടുതൽ തൊഴിലവസരം കൊടുക്കുക, അവർക്ക് ഈ ഹീമോഫീലിയ രോഗികൾക്ക്, കിടപ്പ് രോഗികൾക്ക്, ക്യാൻസർ രോഗികൾക്ക്, എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക്, അങ്ങനെയുള്ളവർക്കൊക്കെ സാമ്പത്തിക സഹായം കൊടുക്കുക. ഈ കിടപ്പ് രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് സാമ്പത്തിക സഹായം കൊടുക്കാൻ ലോകത്തിലൊരു നേതാവിന് പറ്റുന്നുണ്ടെങ്കിൽ അത് ഉമ്മൻചാണ്ടിക്കേ പറ്റുള്ളൂ. കോക്ലിയർ ഇംപ്ലാന്റേഷൻ പദ്ധതി ഉമ്മൻചാണ്ടി ആവിഷ്കരിച്ച് നടപ്പാക്കിയതാ. ഇന്ന് ആ പദ്ധതി എന്താ അവസ്ഥ എന്നറിയാമല്ലോ. കാരുണ്യ ചികിത്സാ പദ്ധതി, കാരുണ്യ ഇൻഷുറൻസ് പദ്ധതി, ആ പദ്ധതി നിർത്തലാക്കപ്പെട്ടില്ലേ? കാരുണ്യ ലോട്ടറി മാത്രം അച്ചടിച്ച് വിറ്റ് പുട്ടടിക്കുന്ന പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ ഇരിക്കുന്ന ഗണേഷ് കുമാർ ചോദിക്കുക ഉമ്മൻചാണ്ടി എന്ത് വികസനം പുതുപ്പള്ളിയിൽ നടക്കാം? പുതുപ്പള്ളിക്കാർ പറയും. അല്ല, പുതുപ്പള്ളിക്കാർക്ക് അറിയാം. കാരണം എന്താവശ്യത്തിനും അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു ചെറിയ വെള്ളപ്പേപ്പറിൽ ഇത് ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞൊരു കത്ത് കൊടുത്ത് വിട്ടു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ പുതുപ്പള്ളിക്കാരുടെ പ്രശ്നം. ഉമ്മൻചാണ്ടിയുടെ ഒരൊറ്റ ഒപ്പുമ്മ ജീവിതത്തിലേക്ക് വെളിച്ചം കിട്ടിയ ലക്ഷക്കണക്കിന് മനുഷ്യർ കേരളത്തിലുണ്ട്, പുതുപ്പള്ളിക്കാർ പ്രത്യേകിച്ചും. ഉമ്മൻചാണ്ടി വികസനം നടത്തിയില്ല എന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക? ഒരു നേതാവ് അയാളുടെ മണ്ഡലത്തിൽ തന്നെ വിമാനത്താവളവും മെട്രോ റെയിലും മറ്റേ തുറമുഖവും എല്ലാം കൊണ്ടുവരാൻ പറ്റുമൊന്നുമില്ല. ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അത് എല്ലാ സ്ഥലത്തും പ്രാദേശികമായി പല പരിഗണന പുറത്തായിരിക്കും വരിക. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലുള്ള മനുഷ്യർക്ക് അദ്ദേഹം MLA ആയിരുന്നതുകൊണ്ട് ഏതെങ്കിലും ഒരു കുറവുണ്ടായിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കപ്പെടുന്നത്. അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ആ മനുഷ്യർ 19 വർഷക്കാലം ഉമ്മൻചാണ്ടിയെ ചേർത്ത് പിടിച്ചത് ഉമ്മൻചാണ്ടി എന്ന മനുഷ്യൻ ആ നാടിന് കൊടുത്ത നന്മയുടെ പേരിലാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ പറയുന്ന ഗണേഷ് കുമാർ എത്ര വെല്ലുവിളിക്കുന്നു അത്രയും ഗണേഷ് കുമാറിൻ്റെ തോൽവിയുടെ ആഴം കൂടാൻ പോവുക. ആരെ വേണമെങ്കിലും ആക്ഷേപിച്ചോട്ടെ, ആരെ വേണമെങ്കിലും അധിക്ഷേപിച്ചോട്ടെ, ഗണേഷ് കുമാറിൻ്റെ ഇന്നത്തെ രാഷ്ട്രീയ ജീവിതത്തിന് അതിന് അർഹതപ്പെട്ട മനുഷ്യൻ അത് ഉമ്മൻചാണ്ടി കൊടുത്ത സംഭാവനയാണ്. ഉമ്മൻചാണ്ടി കയ്യിൽ വെച്ച് വെറുതെ കൊടുത്തിരിക്കുന്നതാണ്. അതിന് നന്ദിയില്ലാത്ത മനുഷ്യനായിട്ട് നാവ് ഉരിയാടിയാൽ ഗണേഷ് കുമാർ MLA പെൻഷൻ മേടിച്ച് വീട്ടിലിരിക്കും. ഉമ്മൻചാണ്ടിയുടെ ഭാര്യ ഒന്ന് കരഞ്ഞാൽ തീരാവുന്ന മേനിയൊക്കെ ഗണേഷ് കുമാറിനുള്ളൂ. ഗണേഷ് കുമാറിൻ്റെ ഭാര്യ, അച്ഛൻ, സഹോദരി, കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, പാർട്ടിക്കാർ എല്ലാവരും പറഞ്ഞ അനുഭവങ്ങൾ നമുക്കറിയാം. അപ്പോൾ ഈ അനുഭവങ്ങളൊക്കെ കേരളത്തിൻ്റെ മുമ്പിൽ ഓർമ്മിപ്പിക്കാതിരിക്കുന്നതാണ് ഗണേഷ് കുമാറിന് നല്ലത്. അപ്പോൾ തെരഞ്ഞെടുപ്പാകുമ്പോൾ ഉമ്മൻചാണ്ടിയെ ഓർമ്മിപ്പിച്ചതിന് അദ്ദേഹത്തിന് ഒരു പ്രത്യേക നന്ദിയുണ്ട്. കാരണം ഉമ്മൻചാണ്ടിയും പിണറായി വിജയനും തമ്മിലുള്ള താരതമ്യമായിരിക്കും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയ കേരളത്തിൻ്റെ ചർച്ചാ വിഷയം. 10 കൊല്ലം മുമ്പ് ഉമ്മൻചാണ്ടി നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ 4 ഇലക്കത്തെത്താൻ പറ്റാത്ത 10 വർഷക്കാലത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ, വൻകിട വികസന പദ്ധതികൾ മാത്രമല്ല, സാധാരണക്കാർക്ക് അനുഭവവേദ്യമാകുന്ന ഏത് പദ്ധതി നടപ്പാക്കാൻ പറ്റി? പെൻഷൻ കിട്ടാതെ മനുഷ്യർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ. റേഷൻ മുടങ്ങുന്നുണ്ട് ഇന്നും, ഇല്ലേ? അപ്പോൾ ഏത് തരത്തിൽ നിങ്ങൾ അളന്നാലും ഉമ്മൻചാണ്ടിയെയും പിണറായി വിജയനെയും ഒരേ സ്കെയിൽ വെച്ച് അളന്നാൽ ഉമ്മൻചാണ്ടി ബഹുദൂരം മുന്നിൽ തന്നെയാണ്.